നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റൽ കോവിഡ് പ്രതിരോധ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്കറിയാം, നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ കോവിഡ് വാർഡ് കഴിഞ്ഞ മെയ് 17 മുതൽ നമ്മൾ ആരംഭിച്ച ഏകദേശം ഇതിനകം 924 രോഗികളാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടത്. അതിൽ 700-ലധികം വരുന്ന രോഗികൾ സുഖം പ്രാപിച്ച് വീടുകളിൽ പോയി. രോഗമൂർച്ഛിതൻ്റെ ഭാഗമായി 72 രോഗികളെ വിവിധ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. 15 കോവിഡ് മരണവും ഈ ഹോസ്പിറ്റലിൽ നടക്കുകയുണ്ടായി. കോവിഡ് വാർഡുകളിൽ രോഗികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പിന്നെ ചികിത്സയ്ക്കുള്ള ഡോക്ടർമാരും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫും ഒഴിച്ച് മറ്റാർക്കും പ്രവേശനം ഇല്ല. അവിടെയാണ് കോവിഡ് രോഗികൾ പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള പ്രയാസമേറിയ ഘട്ടങ്ങളുണ്ടാകുന്നത്. അവിടെയാണ് വോളണ്ടിയർമാരുടെ സേവനം ഏറെ അഭികാമ്യവും ആവശ്യവുമായി മാറിയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു കോവിഡ് ബ്രിഗേഡ് സന്ദേശം നൽകുകയും ഫേസ്ബുക്ക് വഴി നൽകിയ സന്ദേശത്തിൻ്റെ ഭാഗമായി 100 കണക്കിന് സന്നദ്ധ വോളണ്ടിയർമാർ അതിൽ രജിസ്റ്റർ ചെയ്യുകയും 300-ലധികം വരുന്ന വോളണ്ടിയർമാർ സ്വയം സന്നദ്ധരായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോവിഡ് 3 വാർഡുകളിലും അവിടെയുള്ള രോഗികളെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനും അവർക്ക് എല്ലാ നിലയിലുള്ള ബന്ധുക്കളുടെ സഹായം ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ ഈ വോളണ്ടിയർമാർ അവരുടെ വിവിധ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അത് വലിയ തോതിലുള്ളൊരു സഹായമായി ആശുപത്രി അധികൃതർക്കും രോഗികൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള അധ്യാപകരുണ്ട്, ഫാദറുണ്ട്, മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഈ കാര്യത്തിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് വോളണ്ടിയർമാർ അവർ വാഹനങ്ങൾ നൽകുന്നതിനും സൗജന്യമായി സ്നേഹവണ്ടി എന്ന രൂപത്തിലേക്ക് രോഗികളെ വീട്ടിൽ കൊണ്ടാക്കുന്നതിനും രോഗം ഐഡന്റിഫൈ ചെയ്യുന്നവരെ വീടുകളിൽ പോയി ആശുപത്രിയിൽ എത്തിക്കുന്നതിനും മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുമ്പോൾ അവിടെ കൊണ്ടെത്തിക്കുന്നതിനും ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഈ കാലയളവിൽ നിർവഹിച്ചിട്ടുള്ളത്. അത് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ ആശുപത്രിയിൽ ICUവിലും വാർഡിലുമായിട്ട് നമ്മൾ 99 ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോവിഡ് പേഷ്യൻസിന് വേണ്ടി. ഭൂരിഭാഗം പേഷ്യൻസിന്റെ കൂടെയും ബൈസ്റ്റാൻഡേഴ്സ് കാണില്ല. അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം പലപ്പോഴും ക്ലീനിക് സ്റ്റാഫിനും നഴ്സിംഗ് സ്റ്റാഫിനുമാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ റൂട്ടീൻ വർക്ക് ചെയ്യുന്നതിന് തടസ്സമുണ്ടാകുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു. എന്നാൽ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിലും ചെയ്യാൻ സമയമില്ലാത്ത ഒരു സിറ്റുവേഷനുണ്ട്. അത്തരണത്തിൽ നമ്മുടെ വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ സേവനം നമുക്ക് ലഭ്യമായത് തന്നെ വലിയൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏകദേശം 300ഓളം വോളണ്ടിയേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ സേവനം ചെയ്യാനായിട്ട് സന്നദ്ധരായി വന്നിട്ടുണ്ട് എന്നാണ് നമ്മുടെ പ്രിയങ്കരനായ MLA അൻസലൻ സാർ പറഞ്ഞത്. അവർ 2 ഷിഫ്റ്റിലായിട്ട് ഡെയിലി 10ഓളം 8 മുതൽ 10 വരെ വോളണ്ടിയേഴ്സ് നമ്മുടെ വാർഡിൽ ICUവിലുമായിട്ട് സേവനം ചെയ്യുന്നതിനായിട്ട് ദിവസം പ്രതി വരുന്നുണ്ട്. അതായത് ടോയ്ലറ്റിലോട്ട് പോകണമെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് പോവുക, സഹായം വേണ്ടവർക്ക്, പിന്നെ 3 നേരവും വേണ്ട ഭക്ഷണം അവർക്ക് ബെഡ് സൈഡിൽ എത്തിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട മെഡിസിൻസ് വാങ്ങി ബെഡ് സൈഡിൽ എത്തിച്ചു കൊടുക്കുക, പിന്നെ OP ടിക്കറ്റ് ആവശ്യമെങ്കിൽ എത്തിച്ചു കൊടുക്കുക, അതായത് സൈറ്റിൽ നിന്ന്. ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ വോളണ്ടിയേഴ്സാണ് ചെയ്യുന്നത്. വോളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പഠിച്ച് ഏതാണ്ട് തീർന്നവരും പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നവരുമായിട്ടുള്ള ചെറുപ്പക്കാരാണ്. അവർ വിവിധ ഫാമിലികളിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് എല്ലാവരും നല്ല റിച്ച് ഫാമിലിയിലുള്ളവരൊന്നും അല്ല, എന്നാലും സഹായിക്കാൻ മനസ്സുള്ളവരാണ്. പലപ്പോഴും സ്വന്തം വാഹനം ഇല്ലാത്തവരാണ്, നടന്നു വരുന്നതാണ് എന്ന് പറഞ്ഞ ആൾക്കാരുമുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ വാഹനങ്ങളിൽ കയറി വരുന്നു. അത്രത്തോളം സേവനം ചെയ്യാൻ തൽപരരായിട്ടുള്ളവരാണ്. ഇവരുടെ സഹായം നമുക്ക് കിട്ടുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം ഹെൽപ്ഫുള്ളാണ്. 40 പേഷ്യൻസ് ആയിരുന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ടുതന്നെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയായിരുന്നു. പെട്ടെന്ന് 99 ആയപ്പോഴത്തേനും എസ്പെഷ്യലി ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും അലൗഡായിട്ടല്ലായിരുന്നൊരു സാഹചര്യമായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ MLAയോട് സാർ ഏതെങ്കിലും വോളണ്ടിയേഴ്സിനെ കിട്ടാൻ സാധ്യതയുണ്ടോ, കാരണം കുറച്ച് ഹെൽപ്പ് ഞങ്ങൾക്ക് വേണ്ടി വരും വാർഡിൽ, ഈ ഒരു കാര്യം ആവശ്യപ്പെടുകയും സാറ് 2 ദിവസത്തിനകത്ത് തന്നെ ഞങ്ങൾക്ക് വോളണ്ടിയേഴ്സിനെ എത്തിച്ചേരുകയും ചെയ്തു. അതിൽ 2 ഷിഫ്റ്റിലായിട്ട് കുട്ടികൾ സേവനം തരുന്നുണ്ട്. രാവിലെ 8 തൊട്ട് 2 വരെയും ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 8 മണി വരെയും. അപ്പോൾ എല്ലാ കാര്യങ്ങളും വാർഡിനകത്ത് കയറി
PPE കിറ്റ് ഇട്ട് നമ്മുടെ സ്റ്റാഫിനോട് കൂടി ചേർന്ന് പേഷ്യൻസിന് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്ത പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും കുട്ടികൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്ന്, ഇപ്പോൾ OP പേഷ്യൻസിനാണെങ്കിലും ചിലർക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലെങ്കിൽ ഫാർമസി പോയി മരുന്ന് വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ വരും. ആ സന്ദർഭങ്ങളിൽ അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കുക, ബാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, ഇതെല്ലാം എല്ലാ വോളണ്ടിയേഴ്സും ചെയ്യുന്നുണ്ട്. യാതൊരു പ്രതിഫലവും കൂടാതെയാണ് വോളണ്ടിയേഴ്സ് ഈ സേവനം ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. ശരിക്കും ഞങ്ങളുടെ ഈ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വോളണ്ടിയേഴ്സും വളരെ സുപ്രധാനമായൊരു പങ്ക് വഹിച്ചു. കാരണം മാൻ പവർ വളരെ അനിവാര്യമായിരുന്ന സമയത്താണ് ദിവസം 10 വോളണ്ടിയേഴ്സിൻ്റെ സേവനം ഞങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ വോളണ്ടിയേഴ്സിനോട് ഞങ്ങൾ ആശുപത്രിയുടെ പേരിലുള്ള ഒരു നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത് അറേഞ്ച് ചെയ്തതെന്ന് ബഹുമാനപ്പെട്ട MLA യോടും ഈ ആശുപത്രിയുടെ പേരിലുള്ള നന്ദി RMO നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തായിരുന്നു ഇവർ വോളണ്ടിയേഴ്സിൻ്റെ സേവനം ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ വോളണ്ടിയേഴ്സ് ശരിക്കും ഞങ്ങളോടൊപ്പം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ അവർ ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവർ വോളണ്ടിയേഴ്സ് എന്നതിനുപരി ഞങ്ങളുടെ സ്റ്റാഫിന് വാർഡിൽ എന്താണോ ആവശ്യം അത് അവർ അറിഞ്ഞ് കണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വോളണ്ടിയേഴ്സിൻ്റെ സേവനം അറേഞ്ച് ചെയ്ത് തന്ന MLA സാറിനാണെങ്കിലും നമ്മുടെ സൂപ്രണ്ടിനാണെങ്കിലും വളരെയധികം നന്ദിയുണ്ട്. കാരണം നമ്മളെ സ്റ്റാഫും എല്ലാവരും ജീവനക്കാരെല്ലാം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവരുടെ സേവനം ഞങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റാഫിനോടൊപ്പം നിന്ന് അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് വാർഡിലായാലും പുറത്ത് പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിനായാലും ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓക്സിജൻ്റെയൊക്കെ കുറേ ഷോർട്ടേജ് വന്ന സമയത്ത് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകുന്നതിനും എല്ലാത്തിനും അവർ പിള്ളേർ ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാത്തിനും അവരുടെ സേവനത്തിന് ഒരുപാട് നന്ദി. കാരണം ഇത് അറേഞ്ച് ചെയ്ത് തന്ന അധികാരികൾക്ക്. അപ്പം ഇനിയായാലും ഇതുപോലെയുള്ള സാഹചര്യം വരുമ്പോൾ ഇവരുടെ ഒരു സേവനം നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് ഒരു ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇനി മുന്നോട്ടായാലും എന്തെങ്കിലും ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ളവരുടെ സേവനം ലഭിക്കും എന്നുള്ളതൊരു ഏറ്റവും വലിയ സപ്പോർട്ട് തന്നെയാണ്. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടിയിൽ അവർ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് കിട്ടിയ സേവനം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്കറിയാം, മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്, സഹോദര സ്നേഹം എന്ന് പറയുന്നത് അത് ഏറെ ഗുണപ്പെട്ട ഒരു ഘട്ടമാണ്. ഈ പ്രതികൂലമായിട്ടുള്ള ഈ കോവിഡ് രോഗം ബാധിച്ചവരുടെ വാർഡുകളിൽ പോയി സേവനം ലഭ്യമാക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുള്ള വാളണ്ടിയർമാരുടെ പ്രവർത്തനം എല്ലാ കാലത്തും അവർക്ക് നന്മയുടെ ഭാഗമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചിട്ടുള്ള എല്ലാ വാളണ്ടിയർമാരെയും പ്രത്യേകമായി ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് നിയന്ത്രണ വിധേയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ആലോചിക്കുന്നത്. പരിമിതികൾക്കകത്തുകൊണ്ട് ഈ സേവനങ്ങൾ ഇനിയും ഈ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും വീണ്ടും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ നടത്തിയ എല്ലാ പ്രവർത്തനത്തിനും ഒരിക്കൽ കൂടി എല്ലാ നിലയിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.